ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. ഈ ഒരു കപ്പ് വെള്ളത്തിന് 10 രൂപ. എൻ്റെ ഈ കാലും വയ്യാണ്ട് ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? തിരുവനന്തപുരത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അവിടെ T20 വേൾഡ് കപ്പ് നടക്കുകയാണ്. അതും ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. കുറച്ച് ദിവസത്തെ ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവസാനം കിട്ടി. എൻ്റെ കാലിൻ്റെ പ്രശ്നം വരുന്നതിന് മുന്നേ ഞങ്ങളിങ്ങനെ ഒരു മാച്ചിന് പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണ്. ആദ്യം ഞങ്ങൾ KSRTCയിൽ തൃശ്ശൂർ വരെ എത്തി, പിന്നെ ട്രെയിനിൽ കായംകുളത്തേക്ക്, പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കാര്യവട്ടത്ത് KSRTCയുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാണ് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അടുത്ത് എത്താറായി. പോകുന്ന വഴിയിലെല്ലാം ജേഴ്സി ഇട്ട് ഒത്തിരി പേരെ കാണാം. മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് ചെക്കിൻ്റെ ആ സ്ഥലം വരെയൊക്കെ നടക്കാൻ കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതുവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. ജേഴ്സി, ക്യാപ്പ്, പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഇതൊക്കെ നമുക്ക് മുഖത്ത് വരച്ച് തരുന്ന അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ 1-2 ജേഴ്സിയൊക്കെ മേടിച്ചു. നമ്മുടെ സഞ്ജു സാംസൻ്റെ ജേഴ്സിയാണ് മേടിച്ചത്. പിന്നെ ചേച്ചൻ്റെ മുഖത്ത് മാത്രം നമ്മൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അത് വരച്ചു കേട്ടോ. ഇതിന് 50 രൂപയാണ്. നല്ല റേറ്റ് ഉണ്ട്, എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജേഴ്സിയും ക്യാപ്പൊക്കെ മേടിച്ച് ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ സ്ഥലത്തോട്ട് നടക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് ഒരേ ജേഴ്സിയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകണം കാണുമ്പോൾ തന്നെ രസമായിരുന്നു. ടിക്കറ്റ് കാണിച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നൊരു വലിയ ക്യൂ ഉണ്ട്. ആ ക്യൂ കഴിഞ്ഞ് നമ്മളെ ചെക്ക് ചെയ്യും അവർ. എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട് സൈഡ് ഫുഡ്, പവർ ബാങ്ക്, ഡ്രോൺസ്, ക്യാമറ അങ്ങനെ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ അവസാനം നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങൾ പവലിയൻ ജിയിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി മുകളിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കേണ്ടി ഒന്നും വന്നില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കിവിടെ കുടിവെള്ളം കിട്ടാനില്ല. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുള്ള ഔട്ട് സൈഡ് ഫുഡോ വാട്ടർ ബോട്ടിൽസോ ഒന്നും ഇതിൽ അലൗഡ് അല്ല. എന്നാൽ ഇവിടെ ഉള്ളതിനോ തീ പിടിച്ച വില. ഒരു ചെറിയ 20 രൂപയുടെ നമ്മുടെ ഇവിടെ 15-നും 20-നൊക്കെ കിട്ടുന്ന കുപ്പി വെള്ളത്തിന് ഇവർ ചാർജ് ചെയ്യുന്നത് 200 രൂപയാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ആ അര കപ്പ് വെള്ളത്തിന് 10 രൂപയാണ്. അത് കോളയാണെങ്കിൽ 50 രൂപ. ഇതൊരു ഫുൾ കുപ്പി കോള മേടിക്കണമെങ്കിൽ 300 രൂപ. സ്റ്റേഡിയത്തിൽ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് തൊട്ട് സൈഡിൽ നിന്ന്. നമ്മൾ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് ക്രിക്കറ്റിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോയത്. ഇത് അവരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഒരു വീഴ്ചയായിരുന്നു. പിന്നീട് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ സീറ്റിൽ വന്നിരുന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെയും ന്യൂസിലാൻഡിൻ്റെയും ടീം അംഗങ്ങളെല്ലാം പ്രാക്ടീസ് സെക്ഷന് വന്നേക്കുന്നതാണ്. ഷെജനൊക്കെ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയാണ്. ഞാനൊന്നും അധികം നാളായിട്ടില്ല. എന്നാലും നമ്മൾ TV-യിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളെയൊക്കെ നേരിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ വളരെ രസമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓരോരുത്തരെയൊക്കെ നമ്മൾ പേര് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ കുറേ കാത്തിരിപ്പിന് ശേഷം സഞ്ജു സാംസൺ അങ്ങനെ സ്റ്റേഡിയത്തിൽ വന്ന് എന്തൊരു ആരവമായിരുന്നു എന്നറിയാം. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ അവരുടെ പ്രാക്ടീസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടോസ് ഇട്ടു, ഇന്ത്യ ബാറ്റിംഗ് ചൂസ് ചെയ്തു. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ ആരംഭിക്കുന്നത്. ആദ്യം തന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് ഓപ്പണറായിട്ട് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മ ഇറങ്ങി. കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ സഞ്ജു സാംസൺ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയെങ്കിലും ഹോം ടൗൺ ആണല്ലോ ഇത്. അപ്പോൾ ഇവിടെ നന്നായി കളിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സഞ്ജു 6 റൺസിന് ഔട്ടായി. നമുക്ക് TV കാണുമ്പോഴാണെങ്കിലും പുള്ളി ഭയങ്കര പ്രഷറിലാണ് ബാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അത് ഒന്നുകൂടെ മനസ്സിലായി. ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. ക്രിക്കറ്റിൽ പല കളിക്കാരും ഫോം ഔട്ട് ആവാറുണ്ട്. സഞ്ജു സെഞ്ചുറി അടിച്ചപ്പോൾ നമ്മൾ കൂടെ നിന്നതുപോലെ ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹി വിൽ കം ബാക്ക് സ്ട്രോങ്ലി. അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ 5 വിക്കറ്റിൽ 271 റൺസ് എടുത്തു. ഇനി സെക്കൻഡ് ബാറ്റിംഗ് ന്യൂസിലൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ടൈം ബ്രേക്ക് കിട്ടിയപ്പോൾ നമ്മളൊരു പിസ്സയൊക്കെ മേടിച്ച് കഴിച്ചു. ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ സെഞ്ചുറിയൊക്കെ അടിച്ചു. സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ. പക്ഷേ സെക്കൻഡ് ബാറ്റിങ്ങിൽ വന്നപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ മാറ്റിയിട്ട് ഇഷാൻ കിഷാനെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫീൽഡിങ്ങിൽ സഞ്ജു നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒട്ടുമിക്കുള്ള ആൾക്കാരെല്ലാവരും
സഞ്ജുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി മൈൻഡ് ഔട്ടായിട്ട് നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. From possibly 85 to 100, you were thinking about your 100. ഇന്ത്യ ജയിച്ചു.